നമസ്കാരം. ഗുഡ് വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്നത് വാഴപ്പിണ്ടി കൊണ്ട് ഉള്ള ഒരു ഐറ്റമാണ് വാഴപ്പിണ്ടി ഫ്രൈ. അത് എങ്ങനെ നമുക്ക് വീടുകളിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. വാഴപ്പിണ്ടി ഫ്രൈ തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മളൊരു ചെറിയ വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രൈക്ക് വേണ്ടുന്ന ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വാഴപ്പിണ്ടി ഫ്രൈക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ നൂല് വലിച്ചു കളയേണ്ട ആവശ്യമുണ്ട്. അത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം വിരൽ കൊണ്ട് ഇങ്ങനെ പയ്യെ വലിച്ച് എടുത്ത് കളഞ്ഞാൽ മതി. അത് രണ്ട് സൈഡിലും ഉണ്ടാവും. അപ്പോൾ അതുകൂടി നമ്മൾ വലിച്ചെടുത്ത് കളയാം. നമുക്ക് വാഴപ്പിണ്ടി ഫ്രൈക്ക് വേണ്ടുന്ന ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സ്ക്വയറായിട്ടോ ക്യൂബായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. നമ്മളിതിവിടെ അല്പം നീട്ടത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ വാഴപ്പിണ്ടി ഇവിടെ നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് ഫൈൻ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1.25 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ നന്നായിട്ട് പൊടിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മൈദ ഒരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത്രേ അളവിൽ തന്നെ നമ്മൾ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം നമുക്ക് ഒരു ലെമൺ പിഴിഞ്ഞ് ചേർക്കാം. ലൈം ജ്യൂസ് ഒരു നാരങ്ങയുടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട. നമ്മുടെ മസാല ചെറുതായിട്ടൊന്ന് നനഞ്ഞ് വാഴപ്പിണ്ടിയിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം മതി. വാഴപ്പിണ്ടി നമ്മൾ മസാലയിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് സെറ്റാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം അപ്പോൾ നമുക്ക് ഉപ്പോ എന്തെങ്കിലും പുളിയോ കുറവുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ചേർക്കാവുന്നതാണ്. ഏകദേശം അരമണിക്കൂർ നമ്മൾ വാഴപ്പിണ്ടി നമ്മൾ ഒന്ന് സെറ്റാവാൻ വെച്ചിരുന്നു. അത് ഓക്കെ ആയി. അല്പം ഉപ്പും പുളിയും കുറവുണ്ടായിരുന്നു. നമ്മൾ ഒരു ലെമൺ കൂടി പിഴിഞ്ഞിട്ടുണ്ട്. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായി നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായി ഇട്ട് വറുത്തെടുക്കാം. നമ്മുടെ വാഴപ്പിണ്ടി ഫ്രൈ നന്നായിട്ട് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റെയിനറിലേക്ക് കോരി മാറ്റാം.
നമ്മളിന്ന് തയ്യാറാക്കിയ വാഴപ്പിണ്ടി കൊണ്ടുള്ള വിഭവമായ വാഴപ്പിണ്ടി ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്യണം. ഗസ്റ്റുകൾക്കായും കുട്ടികൾക്കായും നല്ലൊരു സ്നാക്സ് ആണിത്. ഇറച്ചിയുടെ അതേ ഫ്ലേവർ ആണ് ഇതിന് വരുന്നത്. തീർച്ചയായും നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു പുതിയ നാടൻ വിഭവവുമായി വീണ്ടും കാണാം. ബൈ.